ചിത്ര ഓഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 5.1 ആംപ്ലിഫയർ ബോർഡാണ്. ഇത് ചിത്ര ഓഡിയോസിൻ്റെ പേരിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മൾ ബോർഡ് പ്രിൻ്റ് ചെയ്ത് വരുത്തി കമ്പൗണ്ട്സ് ഇട്ട് നമ്മൾ ചെക്ക് ചെയ്തൊരു ബോർഡാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ചാനൽ വരുന്നത് 2050 IC 5 എണ്ണം വരുന്നു. അങ്ങനെ അത് 5 ചാനൽ. പിന്നെ സബിൻ്റെ ചാനൽ പറയുകയാണെങ്കിൽ 3055 ട്രാൻസിസ്റ്റർ 2 എണ്ണം വരുന്നു. 3055 2955 പെയറല്ല, 3055 മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു ക്ലാസ് ബി ആംപ്ലിഫയർ ആണ്. അങ്ങനെ അത് സബിൻ്റെ സെക്ഷൻ. പിന്നെ വരുന്നത് ഇതിൻ്റെ പവർ സപ്ലൈ പറയുകയാണെങ്കിൽ പവർ സപ്ലൈ 18/018 AC നമുക്കിതിൽ കൊടുക്കാൻ പറ്റും. ഇത് 12/012 14/014 ആ വോൾട്ടിലെല്ലാം നമുക്ക് വർക്ക് ചെയ്യിക്കാൻ സാധിക്കുന്നൊരു ബോർഡാണ്. ഇത് സിംഗിൾ സപ്ലൈയിലാണ് വർക്ക് ചെയ്യുന്നത്. സിംഗിൾ എന്ന് പറഞ്ഞാൽ ഈ 18/018 AC മാത്രം മതി, വേറെ അഡീഷണൽ സപ്ലൈ ആവശ്യമില്ല. ചാനലും സബും ഈ സപ്ലൈ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ പവർ സപ്ലൈയിൽ നമ്മളൊരു 8 ആംപിയറിൻ്റെ ബ്രിഡ്ജ് റെക്ടിഫയർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഫിൽട്ടർ ആണെങ്കിൽ 2200 50 വോൾട്ടിൻ്റെ 4 ഫിൽട്ടർ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ റെക്ടിഫിക്കേഷൻ അവിടെ കംപ്ലീറ്റ് ആവും. പിന്നെ വരുന്നത് സബിൻ്റെ ഫിൽട്ടർ സെക്ഷനാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൽ പി ഫിൽട്ടർ എന്ന് എഴുതിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ LM324 IC ഉപയോഗിച്ചിരിക്കുന്നു. ഇതൊരു കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സർക്യൂട്ടാണ്. അതിൽ 2 പ്രീസെറ്റ് ഉണ്ട്, ഗെയിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ബാസ് ട്രബിൾ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ബാസ് ട്രബിളിൽ നമ്മൾ TL072 IC ഉപയോഗിച്ചിരിക്കുന്നു. അത് നമുക്ക് 4558 IC വേണമെങ്കിലും ഉപയോഗിക്കാം. അങ്ങനൊരു സർക്യൂട്ടിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. 4558 IC 5532 അങ്ങനെയുള്ള ICകളൊക്കെ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ ഗ്ലാസ് എപ്പോക്സി PCBയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലാണ് നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. കമ്പൗണ്ട്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനും എല്ലാം നമ്മളൊരു നല്ലൊരു വൃത്തിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കണക്ടറുകൾ കാണുന്നത് JST കണക്ടറുകൾ കാണുന്നത് വോളിയം കൺട്രോളാണ്. വോളിയം കൺട്രോളിൻ്റെ കണക്ഷൻസാണ്. വോളിയം കൺട്രോളിൻ്റെ കണക്ഷൻസിൽ അതിലൊരു 2 സ്റ്റീരിയോ കൺട്രോൾ ഉപയോഗിക്കുന്നു, പിന്നൊരു സിംഗിൾ കൺട്രോൾ, പിന്നെ ഒരു സബിൻ്റെ കൺട്രോൾ, സിംഗിൾ കൺട്രോൾ, അങ്ങനെ അത്രയും 4 കൺട്രോൾ ടോട്ടൽ നമ്മൾ ഉപയോഗിക്കുന്നു. പിന്നെ ബാസിൻ്റെ ട്രബിളിൻ്റെ അഡീഷണൽ ഇൻബിൽറ്റ് ആയിട്ട് ബോർഡിൽ തന്നെ ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് കൺട്രോളിൻ്റെ ഒരു കണക്ഷൻ വരുന്നത്. ഈ കൺട്രോളിന് JST കണക്ടറിൽ 5 പിന്നിൻ്റെ 2 സെറ്റ് കാണാം. ഇത് സ്റ്റീരിയോ കൺട്രോളിന് കൊടുക്കാനുള്ള കണക്ഷനാണ്. അതിൽ ആദ്യത്തെ ഈ G എന്ന് എഴുതിക്കുന്ന ഗ്രൗണ്ട് പോയിൻ്റ് അത് കോമൺ ആയിട്ട് 2 കൺട്രോളിലോട്ടും കോമൺ ആയിട്ട് വരും. പിന്നെ തൊട്ടടുത്ത് വരുന്ന 2 കണക്ഷൻസ് ഈ 2 ചാനലിൻ്റെ ഇൻപുട്ട് പോയിൻ്റുകളാണ്. പിന്നെ വരുന്നത് 2 കണക്ഷൻ വരുന്നത് ഈ ബാസ് ട്രബിളിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട്. അങ്ങനെയാണ് 5 കണക്ഷൻ വരുന്നത്. അതുപോലെ തന്നെ ഇതിലും വരും. ഇത് 2 ചാനലിൻ്റേത്, അടുത്ത 2 ചാനലിൻ്റേത്, പിന്നെ സെൻട്രൽ ചാനലിൻ്റെ ഈ കണക്ടർ, അടുത്ത സബിൻ്റെ കണക്ടർ, അങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു 7805 ICക്കുള്ള ഒരു സ്ലോട്ട് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് USB ബോർഡിന് വേണമെങ്കിൽ സപ്ലൈ എടുക്കാം. ഈ ICയും ഇടുക, ഈ കപ്പാസിറ്റർ വിട്ട് ഈ കണക്ടർ ഉപയോഗിച്ച് നമുക്ക് USB ബോർഡിനുള്ള സപ്ലൈ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഇതതിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്ന ഭാഗമാണ്. ഈ ബാസ് ട്രബിൾ സെക്ഷനിലേക്ക് ഇൻപുട്ട് പോകുന്നു. അവിടുന്ന് തന്നെ പ്രിൻ്റ് ഉണ്ട്. നമുക്ക് ഈ സബിൻ്റെ ഫിൽറ്ററിലോട്ടും ഉള്ള ഇൻപുട്ട് ഈ 2 റെസിസ്റ്റൻസാണ് ഈ കാണുന്നത്. ഈ ഇൻപുട്ടിൽ തന്നെ പ്രിൻ്റ് ഉണ്ട്, ഇങ്ങോട്ടും അതിൻ്റെ കണക്ഷൻ വരുന്നുണ്ട്. പിന്നെ ചാനൽ എല്ലാം നമ്മൾ നല്ലൊരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. സ്പീക്കർ കണക്ഷൻ എല്ലാം JST കണക്ടർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു. 5 കണക്ടർ ഉപയോഗിച്ചിട്ടുണ്ട്. അത്രയാണ് ഈ ബോർഡിൻ്റെ ഈ കമ്പോണൻറ്റ് സൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അതുപോലെ സബിൻ്റെ സെക്ഷനിൽ ഡ്രൈവർ സെക്ഷനിൽ TIP 41 42 ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇതിനകത്തിട്ടിരിക്കുന്നത് BD 139ഉം 140 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ ഇൻപുട്ട് സെക്ഷനിൽ 10-15 ട്രാൻസിസ്റ്റർ 2 ഉപയോഗിച്ചിരിക്കുന്നു. നല്ല ഗെയിനുള്ളൊരു സെക്ഷനായത്. അതുപോലെ പിന്നെ ഇവിടെ നമുക്കുള്ളൊരു കുറച്ച് കമ്പോണൻസ് ഇടാനുള്ളത് ഫാനിൻ്റെ കണക്ഷനാണ്. ഫാനിൻ്റെ കണക്ഷൻ വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ചെയ്യാൻ പറ്റും. അത് അഡീഷണൽ സപ്ലൈ നമ്മളിവിടെ ഇവിടുന്ന് എടുത്തിരിക്കുകയാണ്. അതായത് അഡീഷണൽ സപ്ലൈ മീൻസ് ഡയോഡ് ഉപയോഗിച്ച് വീണ്ടും എടുത്തിരിക്കുകയാണ്. അതായത് ഈ DC ഔട്ടിൽ നിന്നല്ല ഈ ഫാനിന് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോയ്സ് വരികയില്ല. നമ്മൾ ചെക്ക് ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്നതാണ്. TIP 41 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് ഈ 12 വോൾട്ട് റെഗുലേറ്റർ
ഒരു 4007 IC, ഒരു 2K2 റെസിസ്റ്റൻസ്, ഇത്ര ഒരു കപ്പാസിറ്റർ 225 വോൾട്ട്, ഇത്രയും സാധനങ്ങളാണ് ഈ റെഗുലേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സർക്യൂട്ടിൽ നമ്മൾ ഉപയോഗിച്ച് വരുമ്പോൾ ഫാനിൻ്റെ നോയ്സ് ഒന്നും ഈ ആംപ്ലിഫയറിനെ ബാധിക്കുകയില്ല, ആംപ്ലിഫയറിനകത്ത് അത് വരികയില്ല. പിന്നെ ഇവിടെ 2 സെന്നർ ഡയോഡ് കാണാം 12 വോൾട്ടിൻ്റെ. അത് ഈ ICക്കും ഈ TL072 ICക്കും വേണ്ടിയിട്ടുള്ള സപ്ലൈയുടെ സെന്നർ ഡയോഡുകളാണ്. 12 വോൾട്ടിൽ അത് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. 407 ഓംസ് 2 ഹാഫ് വാട്ട് റെസിസ്റ്റൻസ് ഉപയോഗിച്ചാണ് ഈ 18 നിന്ന് അത് റെക്ടിഫൈ ചെയ്ത് ഈ സപ്ലൈ ആയിട്ട് വരുന്നത്. അത് റെഗുലേറ്റ് ചെയ്ത് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ നോയ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ലോ പാസ് ഫിൽറ്ററിൽ ഉണ്ടാകുകയില്ല. അതെല്ലാം നമ്മൾ പ്രത്യേകം ഡിസൈൻ ചെയ്ത് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ പ്രിൻ്റ് സൈഡ് ഞാനൊന്ന് കാണിക്കാം. ഇതാണ് അതിൻ്റെ പ്രിൻ്റ് സൈഡ് വരുന്നത്. ഇതിൽ ഈ ഭാഗം പറയുകയാണെങ്കിൽ റെക്ടിഫയറിൻ്റെ ഭാഗമാണ്. ഇവിടെ AC കണക്ട് ചെയ്യുന്നു. സെൻറ്റർ ഇത് 18+, 18-, അതായത് AC. പിന്നെ ഇത് ബ്രിഡ്ജ് ഡയോഡ്, കപ്പാസിറ്ററിൻ്റെ സെക്ഷൻ. നമ്മൾ ഈ മെയിൻ പോയിൻറ്റുകളെല്ലാം, മെയിൻ ലൈൻസ് എല്ലാം നമ്മൾ ഇങ്ങനെ ലെഡ് ചെയ്തിട്ടുണ്ട്. ഇത്ര ആംബിയർ എടുക്കേണ്ടതായതുകൊണ്ട് നമ്മൾ ലെഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ 2050 ICക്ക് വേണ്ടിയിട്ടുള്ള സപ്ലൈയുടെ പോയിൻറ്റുകൾ നമ്മൾ ഇതുപോലെ ലെഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഭാഗമാണ് മാസ്ക് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഒരു പ്രിൻറ്റിങ് രീതിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഡിസൈനും നല്ലൊരു പ്രൊഫഷണൽ ലുക്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ്. പിന്നെ ചിത്ര ഓഡിയോസിൻ്റെ പേരുണ്ട്. CA 512510 ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത്. ഇനി അടുത്ത ഇതിൻ്റെ ഹീറ്റ് സിങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഹീറ്റ് സിങ്ക് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം ഓർഡർ ചെയ്ത് വരുത്തിയിരിക്കുന്നതാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഹീറ്റ് സിങ്കാണ്. വലിപ്പം മീൻസ് ഈ ബോർഡിന് വേണ്ടിയിട്ടുള്ളൊരു വലിപ്പമുണ്ട്. ഒരു ഹെവി ആയിട്ടുള്ള ഹീറ്റ് സിങ്ക് അല്ല. ഈ ബോർഡിൽ ഒരു 18 തന്നെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ഹീറ്റ് ആകാനുള്ള സാധ്യത കുറവാണിത്. ഒരു മീഡിയം ഹീറ്റേ ആകത്തുള്ളൂ. ഒരു ഫാൻ വെച്ച് കൊടുക്കേണ്ടി വരും. അതുപോലെ ഈ സ്ക്രൂവിൻ്റെ ഹോളെല്ലാം നമ്മൾ ത്രെഡ് ചെയ്തിരിക്കുകയാണ്. ഡയറക്റ്റ് സ്ക്രൂ ചെയ്യാം നമുക്ക്. M3 സ്ക്രൂ എല്ലാം ഡയറക്റ്റ് ചെയ്യാവുന്ന രീതിയിൽ നമ്മളങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഹീറ്റ് സിങ്ക്. നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കിലുള്ള N35 എന്ന് പറഞ്ഞ് N35 എന്ന് പറഞ്ഞ മോഡലിലുള്ള ഹീറ്റ് സിങ്കാണിത്. N35 മോഡൽ നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ സൈസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അന്നേരം ഈ ബോർഡിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ കൺട്രോൾ ഞാൻ വയർ ചെയ്തിരിക്കുന്നുണ്ട്, അതൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ കൺട്രോൾ ഇങ്ങനെ നമ്മൾ സോൾഡർ ചെയ്തിട്ട് ഇന്നിങ്ങനെ ജിഗാണ്, JST കണക്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് നമുക്ക് കൺട്രോൾ ഇങ്ങോട്ട് ഇങ്ങനെ പിൻ ചെയ്താൽ മാത്രം മതി. അതുപോലെ ഈ കൺട്രോൾ മാറുന്നതിനൊക്കെയാണല്ലോ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. ആംപ്ലിഫയറിനകത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഈ ജിഗ് ഊരി മാറ്റിയിട്ട് കൺട്രോൾ ഊരിയെടുത്ത് പെട്ടെന്ന് അടുത്ത കൺട്രോൾ നല്ലപോലെ സോൾഡർ ചെയ്ത് ചെയ്യാനും എല്ലാം നല്ല സൗകര്യമായിരിക്കും. നമ്മളെല്ലാം ഇങ്ങനെ ജിഗുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ആംപ്ലിഫയറിൻ്റെ അസംബ്ലിങ്ങും കാര്യങ്ങളെല്ലാം നല്ല എളുപ്പമായിരിക്കും. ഇതൊരു സ്റ്റീരിയോ കൺട്രോൾ. പിന്നെ വരുന്നത് ഒരു സബിൻ്റെ ഒരു മോണോ കൺട്രോൾ വരുന്നുണ്ട്. അത് നമ്മളിതുപോലെ സ്ലീവൊക്കെ ചെയ്ത് തെർമൽ സ്ലീവൊക്കെ ഇട്ട് നല്ല ഫിറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് സബിൻ്റെ കൺട്രോൾ. പിന്നെ അടുത്തൊരു സ്റ്റീരിയോ കൺട്രോളും ഉണ്ട്. സ്റ്റീരിയോ കൺട്രോൾ ഇങ്ങനെ വരുന്നു. നമ്മളടുത്ത ചാനലിൻ്റെ വരും. ഇത് 2 ചാനൽ, ഇപ്പുറത്തെ 2 ചാനൽ, പിന്നെ ഒരു മോണോ വേറെ വരും, പിന്നെ സബിൻ്റെ ഒരു മോണോ കൺട്രോൾ. പിന്നെ ഈ വയർ സ്പീക്കർ കണക്ടറാണ്. സ്പീക്കർ ഔട്ട് നമുക്ക് വെളിയിലേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വയറാണ്. ഈ വയർ നല്ല ക്വാളിറ്റിയുള്ളൊരു വയറാണ്. അല്ലാതെ ഈ കാണുന്ന പോലെ ഒരു തീർത്ത് ലോ ആയിട്ടുള്ളൊരു വയറല്ല ഇത്. അത്യാവശ്യം നല്ലൊരു വയറാണ്. ഇത് വെച്ച് നമുക്കിങ്ങനെ സ്പീക്കറിൽ നിന്ന് നമുക്കിങ്ങനെ കണക്ഷൻ ഇങ്ങനെ എടുക്കാൻ പറ്റും. എല്ലാം ഇങ്ങനെ ജിഗ് ആയതുകൊണ്ട് നമുക്ക് ഈ ബോർഡിൻ്റെ ഒരു കംപ്ലൈൻറ്റോ എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സർവീസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, അന്നേരം ഈ ബോർഡിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ബോർഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. കാരണം വെച്ചാൽ ഇങ്ങനൊരു ബോർഡ് നിലവിൽ മാർക്കറ്റിലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മാർക്കറ്റിൽ 5.1 ബോർഡുണ്ട്. അതിൽ ബാസ് റോൾ കാണുകയില്ല, ഫിൽറ്റർ കാണുകയില്ല, പവർ സപ്ലൈ കാണുകയില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. അതുപോലെ 5 ചാനൽ മാത്രമായിട്ട് ചെയ്തൊക്കെയാണ് ബോർഡ് ഇങ്ങനെ ഇപ്പം നിലവിൽ നമുക്ക് ഓൺലൈനിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്നത്. അതുപോലെ തന്നെ അങ്ങനെ കിട്ടിയാൽ തന്നെ ആ ബോർഡിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ
അത് തീർത്തൊരു ലോ ക്വാളിറ്റിയിലായിരിക്കും. കാരണം വെച്ചാൽ ഇതിലെ കമ്പൗണ്ട്സ് എല്ലാം അത്യാവശ്യം വിലയാകുന്നതുകൊണ്ട് തന്നെ ക്വാളിറ്റി ചെയ്യുമ്പം അത് ഈ ചെയ്യുന്ന കമ്പനികൾക്കത് ലാഭകരമായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവർ ക്വാളിറ്റി കുറച്ചായിരിക്കും അത് ചെയ്യാൻ സാധ്യതയുണ്ടായിരിക്കുക. നമ്മളിതിനകത്തെ കമ്പൗണ്ട്സ് എല്ലാം നല്ല ക്വാളിറ്റി കമ്പൗണ്ട്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കപ്പാസിറ്റർ എല്ലാം ഡിജി ക്യാപ്പിൻ്റെ 105 ഡിഗ്രി കപ്പാസിറ്ററുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൺട്രോളെല്ലാം എൽക്കോണിൻ്റെ കൺട്രോള്. ഈ ഡിസ്ക് കപ്പാസിറ്റർ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഓഡിയോ ക്വാളിറ്റിക്കുള്ള നല്ല കപ്പാസിറ്ററുകളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ ഒരു ഡയോഡ്, കപ്പാസിറ്റർ, റെസിസ്റ്റൻസ്, ട്രാൻസിസ്റ്റർ എല്ലാം നമ്മൾ നല്ല ബ്രാൻഡ് സാധനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ട്രാൻസിസ്റ്റർ എല്ലാം STയുടെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ പ്രിൻ്റ് ആണെങ്കിലും നല്ല മാസ്കിംഗ് ഒക്കെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല പോലെ ബോർഡ് ചെയ്യുന്ന പ്രൊഫഷണൽ ഒരു ടീമിനെ കൊണ്ടാണ് നമ്മളിത് ചെയ്യിക്കുന്നത്. ഈ ബോർഡ് ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമുക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും ഇത് അയച്ചു തരാൻ പറ്റും. ഇത് നമ്മൾ ഒരു ലിമിറ്റഡ് സ്റ്റോക്കായിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നമ്മളൊരു 15 പീസേ ഇപ്പം നിലവിൽ ഇത് അടിച്ചിട്ടുള്ളൂ. അതിനകത്തിപ്പോൾ ഒരു 4 പീസോളം നമുക്ക് ചിലവായിട്ടുണ്ട്. ബാക്കിയുള്ളതാണ് നമുക്കിപ്പോൾ നിലവിലുള്ളത്. അന്നേരം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. കൂടുതലും വിളി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമയം പോലെ നമ്മളത് റിപ്ലൈ ചെയ്യുകയും നിങ്ങളുടെ അഡ്രസ്സ് തരുവാണെങ്കിൽ നിങ്ങൾക്കത് അയച്ചു തരികയും ചെയ്യാം. റേറ്റ് ചോദിച്ച് ആരും വാട്സാപ്പിലല്ല യൂട്യൂബിൽ കമൻറ്റ് ഇടാതിരിക്കുക. നമ്മൾ യൂട്യൂബിൽ റേറ്റ് ഒരു കാരണവശാലും പറയുന്നതായിരിക്കില്ല. കാരണം വെച്ചാൽ റേറ്റ് വേരിയബിൾ ആയിരിക്കും. നമ്മൾ ഒരു തവണ കിട്ടുന്ന ആ റേറ്റിലായിരിക്കില്ല പിന്നീട് നമുക്ക് കമ്പോണൻസ് കിട്ടുന്നത്. അതുകൊണ്ട് റേറ്റ് വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റേറ്റ് നമ്മൾ യൂട്യൂബിൽ കമൻറ്റിൽ രേഖപ്പെടുത്താൻ സാധ്യത വളരെ കുറവായിരിക്കും. നിങ്ങൾക്ക് റേറ്റൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ ഡീറ്റെയിൽസ് നമുക്ക് പറയാം. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഈ ബോർഡ് തന്നെയായിട്ട് നമുക്ക് തരാൻ പറ്റും. അതുപോലെ ഈ IC ഒന്നും ഇല്ലാതെ തരാൻ പറ്റും. അങ്ങനെ പല കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ ബോർഡ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ബോർഡ് ഫുൾ കമ്പൗണ്ട്സ് ഇല്ലാതെ ബോർഡ് പ്ലെയിൻ PCB മാത്രമൊക്കെ തരാനും ഒക്കെ പറ്റും. അന്നേരം നിങ്ങളത് നിങ്ങളുടെ ഒരു സ്കിൽ അനുസരിച്ച് നമ്മളോട് ചോദിച്ച് വാങ്ങിക്കുക. കമ്പൗണ്ട്സ് എല്ലാം നിങ്ങൾക്ക് ഇടാൻ ഉള്ള ഒരു സ്കില്ലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അതുപോലെ ഹീറ്റ് സിങ്ക് നമ്മൾ എന്തായാലും ഈ കൂട്ടത്തിൽ തന്നെ തരും. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഹീറ്റ് സിങ്ക് ഇത് വെളിയിൽ അങ്ങനെ കിട്ടാൻ സാധ്യത കുറവാണ്. ഹീറ്റ് സിങ്ക് നല്ലതല്ലെങ്കിൽ അറിയാമല്ലോ, ഈ ബോർഡ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകും. നല്ല ഹീറ്റ് സിങ്കും നല്ല ആ ഒരു ഷേപ്പൊക്കെ വരുന്നതുകൊണ്ടാണ് ഈ ബോർഡിൻ്റെ ആ ഒരു ക്വാളിറ്റി ഒരു സ്റ്റാൻഡേർഡ് ലുക്കും നമുക്ക് കിട്ടുന്നത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് കമൻറ്റുകളായിട്ട് ചെയ്തു തരണം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ എത്രയും വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ ബോർഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ എല്ലാം നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലുള്ള പുതിയ ഡിസൈനിലുള്ള ബോർഡുകളാണ്. നമ്മളെ ആ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് പല ബോർഡുകൾ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കാർ ആംപ്ലിഫയറെല്ലാം നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കെല്ലാം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം.